നമസ്തേ ഗുരുജി, നമസ്തേ ഗുരുമ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പാർവതി, ശ്രീരാഗിൻ്റെ ധർമ്മപത്നിയാണ്. 30 വയസ്സായി. സ്ഥലം ചെമ്പഴന്തിയാണ്. എൻ്റെ 41 ദിവസത്തെ മെഡിറ്റേഷൻ അനുഭവങ്ങളും 15 ദിവസത്തെ ബ്രേക്ക് അനുഭവങ്ങളുമാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. മാനസികമായി നല്ല സന്തോഷമാണ് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഉള്ളത്. മെഡിറ്റേഷൻ തുടങ്ങുന്നതിന് മുമ്പ് ദുഃഖം, ഉത്കണ്ഠ ഇവയൊക്കെ ഉണ്ടായിരുന്നു. മെഡിറ്റേഷൻ തുടങ്ങിയതിന് ശേഷം നല്ല മാറ്റമുണ്ട്. ആദ്യ ദിവസങ്ങളിലെ മെഡിറ്റേഷനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ നല്ല വ്യത്യാസം ഉണ്ട്. മെഡിറ്റേഷനിൽ കൂടുതൽ എക്സസൈസ് ആണ് കിട്ടുന്നത്. ആദ്യ ദിവസങ്ങളിൽ കഴുത്ത് വശങ്ങളിലേക്ക് ചരിഞ്ഞിട്ടുള്ള എക്സസൈസ് ആയിരുന്നു. പിന്നീട് നല്ല എക്സസൈസ് കിട്ടിത്തുടങ്ങി. എൻ്റെ ലെഫ്റ്റ് ഷോൾഡറിൻ്റെ താഴെ മസിലിൽ പെയിൻ ഉണ്ടായിരുന്നു. അതിന് ഞാൻ ഇടയ്ക്ക് ചെറിയ ട്രീറ്റ്മെൻറ്റ്സ് എടുത്തിട്ടുണ്ട്. എല്ലാ ദിവസവും നല്ല പെയിനുള്ള ഏരിയ ആണ് ആ മസിൽ പെയിന്. മെഡിറ്റേഷൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് നല്ല എക്സസൈസ് കിട്ടിത്തുടങ്ങി. അതിനുശേഷം വേദനയ്ക്ക് നല്ല വ്യത്യാസമുണ്ട്. വേദന ഉള്ളപ്പോൾ എനിക്ക് ശരിക്കും ഉറങ്ങാനൊന്നും പറ്റത്തില്ലായിരുന്നു. പക്ഷേ മെഡിറ്റേഷൻ തുടങ്ങി എക്സസൈസ് കിട്ടിയതിന് ശേഷം എനിക്ക് നല്ല സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. എനിക്ക് മെഡിറ്റേഷനിൽ കാഴ്ചകൾ കുറവാണെങ്കിലും ഇടയ്ക്ക് കാഴ്ചകളൊക്കെ കിട്ടാറുണ്ട്. ഒരു ദിവസം 18ാം പടി കാണാൻ കഴിഞ്ഞു. ഒരു ദിവസം മെഡിറ്റേഷനിൽ മകൻ സ്കൂട്ടറിലേക്ക് കയറുമ്പോൾ വീഴുന്നത് പോലെ കണ്ടു. അതിനുശേഷം മകനെ സ്കൂട്ടറിൽ കയറ്റാറില്ല. മകന് 3 വയസ്സാണുള്ളത്. ഫ്രണ്ടിൽ കയറുമ്പോൾ കാല് സ്ലിപ്പായി മുഖം തട്ടി വീഴുന്നതായിട്ടാണ് കണ്ടത്. അതിനുശേഷം മകനെ ഇപ്പോൾ സ്കൂട്ടറിൽ കയറ്റാറില്ല. 10 വർഷത്തോളമായിട്ട് ഞാൻ മഴ നനയാറില്ലായിരുന്നു. മക്കളുണ്ടായതിനു ശേഷം ഒരു മഴത്തുള്ളി വീണാലും എനിക്ക് ഭയങ്കര ടെൻഷനാണ്. എനിക്ക് പെട്ടെന്ന് തൊണ്ടയിൽ ഇൻഫെക്ഷൻ വരാറുണ്ട്. ടോൺസിലൈറ്റിസിൻ്റെ പ്രശ്നം വന്നിട്ടുണ്ട്. ഒരുപാട് പ്രാവശ്യം വരാറുമുണ്ട്. അത് പെട്ടെന്ന് കുറയാറില്ല. ആൻറ്റിബയോട്ടിക്സ് ഒക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ കുട്ടികളുള്ളത് കൊണ്ട് ഞാൻ സാധാരണ മഴയൊന്നും നനയാറില്ല. പക്ഷേ മെഡിറ്റേഷനിൽ എനിക്ക് 3-4 ദിവസം മഴ നനയേണ്ടി വന്നു. മൂൺ മെഡിറ്റേഷൻ സമയത്ത് മഴ നനഞ്ഞായിരുന്നു. പക്ഷേ എനിക്ക് പനി വന്നില്ല, തൊണ്ടവേദന വന്നില്ല, ഒരു പ്രശ്നങ്ങളും ഉണ്ടായില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം എന്ന് വെച്ചാൽ ഞാൻ മഴയെ നനയാറില്ലായിരുന്നു. എനിക്ക് മഴ നനഞ്ഞിട്ട് കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. മെഡിറ്റേഷൻ തുടങ്ങിയതിന് ശേഷം മാനസികമായിട്ട് നല്ല സന്തോഷമാണുള്ളത്. വീട്ടിൽ എല്ലാവരും മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിലാണ്. എൻ്റെ ഭർത്താവ്, എൻ്റെ മകള്, ഭർത്താവിൻ്റെ അമ്മ, അച്ഛൻ, അമ്മമ്മ എല്ലാവരും മെഡിറ്റേഷൻ ചെയ്യുന്നവരാണ്. 15 ദിവസത്തെ ബ്രേക്കിൻ്റെ സമയത്ത് എനിക്ക് മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരുന്ന ദിവസത്തെക്കാളും കുറച്ച് എനർജി കുറവായിട്ട് ഉണ്ടായിരുന്നു. ക്ഷീണം ഉണ്ടായിരുന്നു. ബ്രേക്ക് സമയത്ത് 2-3 ദിവസം നടുവേദന ഉണ്ടായിരുന്നു. അതെൻ്റെ സമർപ്പണം ശരിയല്ലാത്തത് കൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ ഗുരുജി ഒരിക്കൽ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഇത്രയും നാൾ നമ്മൾ വേദനിപ്പിച്ച ജീവികളുടെയൊക്കെ വേദനകൾ നമുക്ക് മനസ്സിലാക്കി തരാനും പ്രപഞ്ചം നമ്മളെ പരീക്ഷിക്കും. എല്ലാം നല്ലതായി നടക്കാൻ പ്രപഞ്ചത്തോട് അപേക്ഷിക്കുന്നു. നന്ദി ഗുരുജി, നന്ദി ഗുരുമ, നന്ദി പ്രപഞ്ചമേ.